അങ്കിള് പറയുന്നത് വളരെ ശരിയാണ്. അഖില ആകെ പതറി നിൽക്കാണ്. മകന്റെ തിരോധാനത്തിൽ അഖിലയുടെ മനസ്സ് കലങ്ങിയിരിക്കുക. ഇനി നമ്മൾ ചെയ്യുന്ന ഓർക്കാപ്പുറത്തുള്ള ഓരോ അറ്റാക്കുകളും അവർക്ക് താങ്ങാനാവില്ല. തൃച്ചംബരത്തിന്റെ സർവനാശത്തിന് ഇനി നമ്മുടെ ശക്തിയേക്കാൾ ബുദ്ധിയാണ് പ്രവർത്തിക്കേണ്ടത്. അതെ അങ്കിൾ. ആനന്ദിനെ കാണാതായതോടെ തൃച്ചംബരത്തുള്ള ആർക്കും ഊണും ഉറക്കവും ഇല്ലാതായി. സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടു. എന്ത് ചെയ്യണമെന്നുള്ള ഒരു പ്രതിസന്ധിയിൽ നിൽക്കുക അവര്. ഈ സമയത്ത് അവരുടെ കമ്പനി കാര്യങ്ങൾ ആകെ താറുമാറാകുകയാ. അഖിലയും ശിവരാമനും ശ്രദ്ധിക്കുന്നില്ല. ചേട്ടനെ കാണാത്ത ദുഃഖത്തിൽ കരഞ്ഞു വിളിച്ചു നടക്കുകയാണ് അനിയൻ അരവിന്ദ്. മദ്യസേവയും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ അവസരം നോക്കി അവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങളിലേക്ക് നമ്മൾ ഇടിച്ചു കയറണം. ഒന്നൊന്നായി അത് തകർക്കണം. അതെ, വ്യവസായ രംഗത്തെ അവരുടെ അപ്രമാദിത്വം തകർക്കണം. വീണ് കിടക്കുന്ന ഈ അവസരം മുതലാക്കി നമ്മൾ പട നയിച്ചാലേ ജയിച്ച് മുന്നേറാനാകൂ. അവരെ തകർക്കാൻ അവരുടെ കമ്പനിയിൽ തന്നെ ഒരു ചാരനുണ്ടെങ്കിൽ, ചാകുമെന്നറിഞ്ഞിട്ട് പടവെട്ടുന്ന ചാവേറല്ല, വിജയം ഉറപ്പിച്ച് പടവെട്ടുന്ന ചാവേർ. ആ, എന്നാ ശരി. എനിക്ക് ഇന്നൊരു പ്രമാണം രജിസ്റ്റർ ചെയ്യാനുണ്ട്. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. ശരി. നേരം വെളുത്ത ഉടനെ മുറ്റം മുഴുവൻ ഇട്ട് ഓടിക്കും. ഓടി ഓടി വിശന്ന് കരിഞ്ഞു വന്നാലോ 2 ഇഡലി, ഉച്ചയ്ക്കാണെങ്കിൽ 1 കപ്പ് ചോറ്, രാത്രിയിലാണെങ്കിലോ 2 ചപ്പാത്തി. മടുത്ത്. ചേച്ചി, ഒന്നാമത് നമ്മൾ വല്യുവിനെ കാണാത്ത വിഷമത്തിയിരിക്കുന്നു. അതിനിടയിലെ ഈ ഓപ്പോളമ്മയുടെ പട്ടാള ഭരണം. മടുത്തു. വിശപ്പ് സഹിക്കാൻ വയ്യ. ഇടയ്ക്കിടയ്ക്ക് ഓപ്പോളമ്മയുടെ പഴയകാല പുരാണവും. അങ്ങനെയൊന്നും പറയരുത് അനിയൻകുട്ടാ. ഓപ്പോളമ്മയ്ക്ക് നമ്മളോട് സ്നേഹമുണ്ട്. എന്തൊക്കെയായാലും ഈ ആപത്ത് സമയത്ത് നമ്മളെ തിരക്കി വന്നില്ലേ, അത് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ. നീ ഇരിക്കേ, ഞാൻ ആഹാരം എടുക്കാം. അയ്യോ, അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ലെന്ന ഓർഡർ. വിശന്ന് ചാവുന്നെങ്കിയൊക്കെ ചാവട്ടെ. എനിക്ക് വഴക്ക് കേൾക്കാൻ പേടിയാ. ഓപ്പോളമ്മ യോഗയിലല്ലേ. പണ്ടേ ഓപ്പോളമ്മ പ്രാർത്ഥിക്കാനോ യോഗ ചെയ്യാനോ തുടങ്ങിയ 1 മണിക്കൂറെങ്കിലും കഴിയാതെ അവിടെ നിന്ന് എഴുന്നേക്കില്ല. അതൊരു ധ്യാനം പോലെയാ. അങ്ങനെയാണോ? എന്ന് പെട്ടെന്ന് എടുക്ക്. അതിനു മുമ്പ് വയറ് നിറയ്ക്കാം.
പതുക്കെ കഴിച്ചാ മതി. ഇപ്പോഴൊന്നും ഓപ്പോളമ്മ വരില്ല. എന്തു പറ്റി? എന്താ പറ്റിയെന്ന്? ഒന്നും പറ്റിയില്ലല്ലോ എന്നാ എന്റെ ചിന്ത. എന്തൊക്കെയാ ആന്റി പറയണേ? ഒന്നും പറ്റിയില്ലെന്നോ? അതേടി, ആനന്ദിനെ കാണാതായിട്ട് ഇന്ന് 3-ാം നാളാ. എന്നിട്ടും ചില്ലറ ചില കോളിളക്കങ്ങൾ ഒഴിച്ചാ തൃച്ചംബരം ശാന്തം. ആനന്ദിന്റെ മിസ്സിംഗ് ഒരു ന്യൂനമർദ്ദമായി രൂപപ്പെട്ട് തൃച്ചംബരത്തിന്റെ മേൽക്കൂരയ്ക്ക് മേൽ ഒരു പേമാരിയായി കുത്തിപ്പെയ്തിറങ്ങി സർവനാശം വരുത്തുമെന്ന് ഞാൻ കരുതി. ഇപ്പൊ വെറും ചാറ്റൽ മഴയായി പെയ്തിറങ്ങുന്ന കാഴ്ച. അത് ശരിയാ ആന്റി, ഞാനൊരു വലിയ പൊട്ടിത്തെറി പ്രതീക്ഷിച്ചതാ. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ശരിയാ നീ പറഞ്ഞത്. അഖിലാണ്ടേശ്വരിയുടെ ഉള്ളിലെ കടൽ ഇരമ്പുന്നത് എനിക്ക് നന്നായിട്ട് കേൾക്കാം. ജയന്തി, എന്താ ആന്റി? നീ ഒരു കാര്യം ചെയ്, ഔട്ട് ഹൗസിലേക്ക് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വാ. അയ്യോ ആന്റി, ഞാൻ മുതലുള്ള കുളത്തിൽ ചാടാൻ പറഞ്ഞാലും ചാടും. പക്ഷെ ആ കിളവിടെ മുന്നിൽ പോയി ചാടില്ല. ഇരുട്ട് വാക്കിനെങ്ങനെ ആ തള്ള എന്റെ മുന്നിൽ വന്ന് പെട്ട ഒലക്കി കടിച്ചു കൊല്ലുന്നു. അതല്ല ആന്റി ഞാൻ ആലോചിക്കുന്നത്. ആന്റി പറഞ്ഞതുപോലെ ആനന്ദേട്ടനെ കാണാതായിട്ട് ദിവസങ്ങളായി. ആന്റി, ആരായിരിക്കും അതിന്റെ പിന്നില്? നാഗമടത്തെ പ്രിയങ്ക ആയിരിക്കോ? ഹലോ പ്രിയങ്കേ. എന്താന്റി, തൃച്ചംബരത്തെ ഉത്തമപുത്രനെ കാണാതായിട്ടും ഒരു കുലുക്കമില്ലേ? അതോ പടിയടിച്ചു പിണ്ടം വെച്ചു എന്ന് പറയുന്നത് സത്യം തന്നെയാണോ? ഒന്നും അങ്ങോട്ട് പിടി തരുന്നില്ല പ്രിയങ്കേ. ഔട്ട് ഹൗസിലാണെങ്കിൽ ആ ഓപ്പോളമ്മ ഉള്ളതുകൊണ്ട് പോകാനും പറ്റുന്നില്ല. അവരുടെ കുഞ്ഞുമോളെ കുഞ്ഞുമോളെ എന്നുള്ള വിളി കേൾക്കുമ്പോ പെരുവിരലിന്ന് കേറും പെരുപ്പ്. ആന്റി, ആവശ്യക്കാരന് ഔചിത്യം പാടില്ലെന്നോ? കയറി അങ്ങോട്ട് ചെല്ലണം ഔട്ട് ഹൗസിലേക്ക്. ഏതായാലും ഒരു രഹസ്യം സൂക്ഷിക്കപ്പെടുന്നുണ്ട്. അത് ഊഹാപോഹങ്ങളുടെ ചുഴിയിൽപ്പെടാതെ മനസ്സിലാക്കണം. അതിന് ആന്റിക്കേ പറ്റും. എനിക്കറിയാം പ്രിയങ്കേ, ആരൊക്കെ എത്രയൊക്കെ ഒളിപ്പിച്ചു വെച്ചാലും ഞാനത് ആന്റി, ഹലോ, എന്തു പറ്റി ആന്റി? ഞാൻ പിന്നെ വിളിക്കാം. ആന്റി, ദേ അരവിന്ദേട്ടൻ പട്ടാപ്പകൽ 4 കാലിൽ വന്നിരിക്കുന്നു. കാല് പോലും നിലത്തുറക്കുന്നില്ല. ചേട്ടിയായിട്ട് പോവാം. ഔട്ട് ഹൗസിലേക്ക് പോകുന്നു. വാ. ഇല്ലില്ല, പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറ്റില്ല. ഒരു 4-5 ദിവസമെങ്കിലും കഴിയും. 17-ാം തീയതി കർക്കിടക 1 അറിയാമല്ലോ, ആ ദിവസത്തിന്റെ വിശേഷമൊക്കെ. അല്ല, വലിയ ഡോക്ടറൊക്കെ ആവുമ്പോൾ ആത്മാവിനൊന്നും വിശ്വാസം കാണില്ല. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അതേതായാലും ഓസ്ട്രേലിയയിൽ പോയി ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ആ പള്ളിയിലച്ഛൻ വന്ന് ചോദിക്കുന്ന കൊടുത്തേക്ക്. നീ ചെയ്യുന്നത് പോലെ ഒരു ജീവകാരുണ്യ പ്രവർത്തനമല്ലേ അത്? ശരി ശരി, വേണ്ട,
ഞാൻ പിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ. നമസ്കാരമുണ്ട്. ഏതാണ് നീ? വഴി തെറ്റി കയറി വന്നാണെങ്കിലേ അതാ നിനക്ക് പോകാനുള്ള വഴി. അതെ, ഞാൻ വഴി തെറ്റി കയറി വന്നല്ല കേട്ടോ, വഴി തെറ്റാതെ കയറി വന്ന തന്നെയാ. എടാ കൊച്ചിനെ, മര്യാദയുടെ ഭാഷയിൽ ഞാൻ നിന്നോട് പറഞ്ഞു. കണ്ണിൽ കണ്ട കുടിയന്മാർക്കും ആഭാസന്മാർക്കും വന്നു കയറാനുള്ള വീടല്ലിത്. ഞാൻ ചൂലെടുക്കണ്ടെങ്കിൽ വന്ന വഴിയെ പോവാൻ നോക്ക്. പോ. അയ്യോ ഓപ്പോളമേ, സോറി, ഞാൻ അത്രക്കാരനല്ല. എനിക്ക് എന്റെ നിയന്ത്രണം പോകുന്നു. മര്യാദക്കിറങ്ങി പോകുന്നുണ്ടോ നീ? ഇങ്ങക്ക് എന്നെ അങ്ങോട്ട് മനസ്സിലാവാഞ്ഞിട്ടാ. വായടക്ക ഒള്ളും കുടിച്ച് ഇതെന്താ സത്രമാണോ വന്നു കയറാൻ? അനിയൻകുട്ടാ, അനിക്കുട്ടാ, ആ ചൂലും കിടത്തോണ്ടോ ആടാ. അനിക്കുട്ടാ, വടിയും കിടത്തോണ്ടോ. വന്നല്ലോ അനിയൻകുഞ്ഞ്. കല്യാണി. അതെ, പറഞ്ഞോട്, ഞാൻ ആരാന്ന് പറഞ്ഞോട്. ഒപ്പളമേ, ഇത് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി മേഡത്തിന്റെ ഇളയ മകനാ, അനിയൻകുഞ്ഞ്. സന്തോഷായി എനിക്ക്. നിന്റെ അഖിലാണ്ടേശ്വരി മേഡത്തിൽ ഇത് തന്നെ വേണം. നാഴിക്ക് 40 വട്ടം തൃച്ചംബരത്തെ പ്രൗഢിയും പെരുമയും പെരുപ്പിച്ച് പറഞ്ഞു നടന്നിട്ടേ എന്ത് കാര്യം. ഒരു മുഴുക്കുടിയും ചേർക്കാൻ ഞാൻ പ്രസവിച്ചു വിട്ടിരിക്കുന്നു. എനിക്കങ്ങ് ബോധിച്ചു, ദൈവം എന്ന് പറയുന്നവൻ വലിയവനാ. കണ്ടില്ലേ കോടീശ്വര പുത്രന്റെ ഒരു കോലം. എടാ കൊച്ചിനെ, എന്റെ ഈ സന്തോഷം കാണുമ്പോൾ നീ വിചാരിക്കും ഞാനൊരു ദുഷ്ടയായ സ്ത്രീയാണ്. ഒരു ചെറുപ്പക്കാരൻ പയ്യൻ കുടിച്ച് നശിച്ചു പോകുന്നത് കണ്ട് സന്തോഷിക്കുന്ന മനസ്സൊന്നും അല്ല എന്റേത്. പക്ഷേ നീ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മകനായതുകൊണ്ട് അതുകൊണ്ടാ എനിക്ക് സന്തോഷം. സ്വന്തം മക്കളെ പോലും ചൊല്ലും വിളിയും പഠിപ്പിക്കാനറിയാത്തൊരു മഹാറാണി. അതെ, വേണ്ട, അത് വേണ്ട. പഠിപ്പിച്ചതൊക്കെ നല്ല പോലെ തന്നെയാ, പക്ഷെ പഠിച്ചതാ തെറ്റിപ്പോയെ. എന്താ ഇതൊക്കെ? അതെ, അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. എന്താണ് ഇതൊക്കെ? അല്ല, എന്തൊക്കെ ഇവിടെ നടക്കണേ? എന്റെ ബ്രോ എവിടെ? എല്ലാരും കൂടി കൊന്നു കുഴിച്ചു മൂടിയോ? എന്താ അതിനാർക്കും ഉത്തരവൊന്നുമില്ലേ? എനിക്ക് എന്റെ ബ്രോയെ വേണം. അതെ, ബ്രോയെ കാണാത്ത സങ്കടം കൊണ്ട് ഞാൻ ഇച്ചിരി കുടിച്ചു പോയതാ. കൊള്ളാം, ബെസ്റ്റ്. എല്ലാ കുടിയന്മാർക്കും കുടിക്കാൻ ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ കാണും. നീ ഇങ്ങനെ 4 കാലിൽ വന്നാൽ കാണാതെ പോലും തിരിച്ചു വരുവാടാ. മാത്രമല്ല, നീ തൃച്ചംബരത്തെ അല്ല, ഏത് കൊമ്പത്തെ ആണെങ്കിലും കള്ളു കുടിച്ചിട്ട് കേറി വരാനുള്ള വീടല്ല ഇത്. സോറി അപ്പോളാണ്. ഞാനിപ്പോ വന്നതേ എന്തിനാന്നറിയോ? നിങ്ങളൊന്ന് കാണാനാ. അതെ, എന്തത്? എനിക്ക് നിങ്ങളങ്ങ് ഇഷ്ടായി. അതെന്തിനാന്നറിയോ? തൃച്ചംബരത്ത് കേറി വന്ന് വീരശൂര പരാക്രമിയായ എന്റെ അമ്മയുടെ നാവടപ്പിച്ചില്ലേ, അതെനിക്കിഷ്ടായി, ഒരുപാട് ഇഷ്ടായി. അതെ, അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടായത് എന്താണെന്നറിയോ? ആ തൃച്ചംബരത്തുള്ള മാരക വൈറസായ എന്റെ ഇളയമ്മില്ലേ, അതിനൊരു സാനിറ്റൈസർ പോലും ഇല്ലാതെ അകറ്റി നിർത്തിയിരുന്നു. അത് കലക്കി. അതിനൊരു കൺഗ്രാജുലേഷൻ പറഞ്ഞ് പോവാനാണ് ഞാൻ വന്നത്. എടാ കുഞ്ഞേ, തെറ്റെന്ന് തോന്നുന്നത് ഏത് കൊമ്പന്റെ മുഖത്ത് നോക്കിയും ഞാൻ പറയും. എനിക്കതിന് ഒരു മടിയും ഇല്ല. അതാണ്. അതിന് കുടിയന്മാരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. അതെ, നമ്മളിങ്ങനെ ഭിന്നിച്ച് നിൽക്കാനുള്ളവരല്ല, നമ്മളിങ്ങനെ ഒന്നിച്ച് നിൽക്കാനുള്ളവരാ.
അതെന്താ കാര്യം നീ എപ്പോ പറഞ്ഞുതരാം. അല്ല അതെന്താ അരവിന്ദേ, നീ എന്താ ഇവിടെ മദ്യപിച്ച് ലെക്ക് കെട്ട് വഴിമാറി വന്നിരിക്കുകയാണോ നീ? ഇത് ഔട്ട് ഹൗസാ. നീ താമസിക്കുന്നത് തൃച്ചംബരത്തല്ലേ? വൈറസ് ഇവിടെ എത്തിയാ? ഡെൽറ്റ വൈറസും കൂടെ ഉണ്ടല്ലോ. സന്തോഷം. പറ്റെങ്കിൽ ഇവിടെ എല്ലാം തകർത്ത് തരിപ്പണാക്കിട്ട പോവാളെ പ്ലീസ്. എന്ത് അരവിന്ദേ, ദേ തൃച്ചംബരത്തിന് ഒരു അഭിമാനവും അന്തസ്സും ഒക്കെ ഉണ്ട്. അത് ഈ ബാല്യക്കാരിയോട് സംസാരിച്ച് കളയാൻ നിക്കരുത് നീ. ഇത്രയും നാളും പകല് മദ്യപാനം ഇല്ലായിരുന്നു, ഇപ്പൊ അതും തുടങ്ങി. ഒരു മുടിയനായ പുത്രൻ. അത് കണ്ട് ആസ്വദിക്കാൻ കുറെ ആൾക്കാരും. വാ എഴുന്നേക്ക്, വാ. എന്റെ അടുത്തേക്ക് വന്നരുത്. ഓപ്പളമേ, എന്റെ ബ്രോ ഇല്ലേ അത് ചേട്ടനെ അന്വേഷിച്ചിറങ്ങിയ ഒരു അലിയൻ, അത് 4 കാലല്ലേ. നീ ചേട്ടനോട് കാണിക്കുന്ന ഈ സ്നേഹമേ വെറും അഭിനയമാണ്, വെറും അഭിനയം. ഒരുമാതിരി സംസാരിച്ചാണല്ലോ. വാക്കുകളൊക്കെ സൂക്ഷിച്ചു ഉപയോഗിക്കണം. സൂക്ഷിച്ചു തന്നെയാടാ ഉപയോഗിക്കുന്നത്. നീ ചതിയനാണ്, ചതിയൻ. താലി കെട്ടിയ പെണ്ണിനെ വരെ ചതിക്കുന്നവൻ. നീയൊക്കെ ഊതിപ്പെരിപ്പിച്ച തൃച്ചംബരത്തെ അഭിമാനവും അന്തസ്സും ഉണ്ടല്ലോ, അതിലകപ്പെട്ട് നിന്റെ ഈ സ്വഭാവ ഗുണം പോലും അറിയാതെ കൈപിടിച്ച് തന്നതാവും ആ പെങ്കൊച്ചിന്റെ ആൾക്കാര്. എന്താ എന്താ അവളുടെ പേര്? നന്ദന. 10 മാറ്റുള്ള പെണ്ണാണ് അവൾ. തങ്കത്തിന്റെ മനസ്സുള്ളവൻ. അങ്ങനെയുള്ളൊരു പെണ്ണിനെ കെട്ടാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല. അതേടാ, നിന്നെപ്പോലുള്ള ഭർത്താക്കന്മാര് സ്വന്തം സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ കുടിച്ച് വേച്ച് നടുറോഡിൽ ഉടുതുണി പോലും ഇല്ലാതെ നടക്കുമ്പോൾ നീയൊക്കെ താലി കെട്ടിയ ഭാര്യമാരുണ്ടല്ലോ, അവരെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെടുകയാണ്. വിളിച്ചോണ്ട് പോടി ഇവനെ. കൊണ്ടുപോയി കുറച്ച് തൈരോ പുളിവെള്ളമോ അവന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്ക്. അരവിന്ദേട്ടാ, കുറച്ച് തൈര് സാധനം കഴിച്ചാൽ എല്ലാം മാറും. അരവിന്ദേ, വാ നമുക്ക് തൃച്ചംബരത്തേക്ക് പോവാം. എഴുന്നേക്കട. അതെ, അമിത സ്വാതന്ത്ര്യം ഒന്നും വേണ്ട. അതൊന്നും എനിക്കിപ്പോ പണ്ടേ ഇഷ്ടല്ല. ഞാൻ നിന്റെ ഇളയമ്മയാ. അയ്യോ, ഒരിളയമ്മ. മാറിക്കോളന്റെ അടുത്തുനിന്ന്. വാ അരവിന്ദേട്ടാ. പിടിച്ചോണ്ട് പോടി ഇവിടുന്ന്. ഇറങ്ങിപ്പോന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇത് നിങ്ങളുടെ ആങ്ങളയ്ക്ക് നിങ്ങളുടെ തന്ത ഉണ്ടാക്കി കൊടുത്ത വകയൊന്നും അല്ല. തൃച്ചംബരത്തിന്റെ ഔദാര്യോ. മൂദേവി, എന്റെ അഞ്ചൻ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിലേ അവൻ കാലാകാലങ്ങളിൽ തൃച്ചംബരത്തിന് വേണ്ടി വളയം പിടിച്ചിട്ടാണ്. അല്ലാതെ നിന്നെ പോലെ ചോറ് തൃച്ചംബരത്തും കൂറ് നാഗമ്പടത്തുമായി നടന്നിട്ടല്ല. ഇനി നിന്റെ പുഴുത്ത നാവിൽ നിന്ന് ഒരു വാക്ക് പുറത്തു വന്നാൽ വെട്ടി അരിഞ്ഞ് ഞാൻ പൂച്ചക്കിട്ട് കൊടുക്കും. വിളിച്ചോണ്ട് പോടി. ഗുഡ് നൈറ്റ്. അല്ലല്ല, ഗുഡ് ആഫ്റ്റർനൂൺ. അല്ലടി, വിടത് തന്നെ. എന്താണോ നിനക്ക് ദേഹത്തോട്ട്? കയ്ന്ന് വിടത്. പാവമ്മ, നിഷ്കളങ്ക മനസ്സാവുന്നു. അങ്ങനെയുള്ളവർക്ക് സ്വബോധത്തിൽ തൃച്ചംബരത്ത് പറ്റില്ല. തൃച്ചംബരത്തിന്റെ ഭാഗ്യാണ്, മഹാഭാഗ്യം. മോളെ, ചേച്ചി, അയ്യോ ചേച്ചി, മോളെ, ആന്റി ദേ നോക്ക്. കല്യാണി, അയ്യോ കല്യാണി, ചേച്ചി, വെള്ളം എടുത്തോണ്ട് വാടാ. ദേ കല്യാണി, നീ ഇങ്ങോട്ട് വാടി, വാ.
പോടാ പോയി വേഗം വെള്ളം എടുത്തുണ്ടോ മോളെ മോളെ കല്യാണി മോളെ മോളെ കണ്ണുറക്ക് മോളെ കണ്ണുറക്ക് മോളെ കല്യാണി മോളെ മോളെ കല്യാണി